ഹായ് നമസ്കാരം. ഞാൻ RJ സൂരജ് ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെ പറ്റി, കുറച്ച് ഫോട്ടോസിനെ പറ്റി എന്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പങ്കുവെക്കാനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ പ്രണയദിനത്തില് നാട്ടിലെ ഒരു ബീച്ചിൽ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരി, ചെറിയ രണ്ട് കുട്ടികളാണ്, അവരവരുടെ പ്രണയദിനാഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ബീച്ചിൽ ചെന്നിരുന്നപ്പോ അന്നാട്ടിലെ സദാചാര ആങ്ങളമാര് അവർക്ക് ചുറ്റും കൂടുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും പെൺകുട്ടിയുടെ താടിക്ക് തട്ടുകയും അവളോട് അനാവശ്യം പറയുകയും അവരെ കരയിക്കുകയും ചെയ്ത് അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കൂടി നടന്നിട്ട് ഷെയർ ചെയ്തൊരു കാഴ്ച കാണുകയുണ്ടായി. പെൺകുട്ടിയുടെ കരഞ്ഞു കലങ്ങിയ മുഖവും സ്വന്തം പെണ്ണിന്റെ മുഖം നാട്ടുകാർ മൊത്തം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒളിപ്പിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാമുകൻ കാല് പിടിച്ചിട്ട് അവരോട് അപേക്ഷിക്കുന്ന കാഴ്ചയൊക്കെ കാണുകയുണ്ടായി. ആ ചെറുപ്പക്കാരന്റെ ദൈന്യത നിറഞ്ഞ മുഖം കാണുകയുണ്ടായി. ഇതൊക്കെ നാട്ടിൽ മൊത്തം ഓടി നടന്നിട്ട് സ്പ്രെഡ് ചെയ്ത ഈ സദാചാര ആങ്ങളമാരെന്ന് പറയുന്ന ചെറ്റകളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്ത് നേട്ടമാണ് നിങ്ങൾ ഇതിൽ നിന്നുണ്ടാക്കിയത്? ഈ നാട്ടില് പ്രണയിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു ബീച്ചില് ഒരു കാമുകനും കാമുകയും കൂടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് എന്താണ് ചൊറിച്ചല്? സദാചാരം എന്ന് പറയുന്നത് അവസരങ്ങളുടെ അഭാവമാണെന്ന് തോന്നിപ്പോവുകയാണ്. എനിക്ക് കിട്ടാത്ത സുഖം, എനിക്ക് കിട്ടാത്ത സന്തോഷം മറ്റൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോഴുള്ള കൃമികടി, ചൊറിച്ചലല്ലേ ഈ ഒരു സദാചാരം എന്നുള്ള വികാരം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് തോന്നിപ്പോകുന്നത്. ഒരു പെൺകുട്ടിയെ, അല്ലെങ്കിൽ എന്റെ ചുറ്റുവട്ടത്തുള്ള എന്റെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടി രാജ്യത്തിലെ എല്ലാ ആൾക്കാരും സഹോദരി സഹോദരന്മാരാണെന്ന് കരുതുന്നതിലൂടെ എന്റെ ഒരു സഹോദരി അല്ലെങ്കിൽ എന്റെ ഒരു സഹോദരൻ നേരായ വഴിയിലല്ല പോകുന്നത് എന്നുകൊണ്ട് അവളെ തിരുത്താൻ, അവനെ തിരുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട കാഴ്ചയാണോ ഈ കണ്ടത്? അങ്ങനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ അവരുടെ വീഡിയോ എടുത്തിട്ട് നാട് മുഴുവൻ സ്പ്രെഡ് ചെയ്തത്? നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ തിരുത്താൻ വേണ്ടിയിട്ട് അവരുടെ വീഡിയോ എടുത്തിട്ട് നാട് മുഴുവൻ പരത്തുകയാണോ ചെയ്യുക? അപ്പോ എന്ത് ലോജിക്കാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? എന്ത് നേട്ടമാണ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷം. ഒരു കുറച്ച് വിവരമില്ലാത്ത ആൾക്കാർ ചുറ്റും കൂടുമ്പോ മറ്റൊരുത്തന്നെ മേക്കിട്ട് കയറാനുള്ള ലൈസൻസ് ഇവിടെ ആർക്കും തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ചേട്ടന്മാരെ, ഈ പ്രണയിക്കുക, പ്രണയിക്കപ്പെടുക എന്നൊക്കെ പറയണമെങ്കിൽ മിനിമം ചില ക്വാളിറ്റി വേണം. ഏറ്റവും മിനിമം നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു നേട്ടമാണ് തന്നെ സ്നേഹിക്കാനുള്ള ഒരാള്, തന്നെ പ്രണയിക്കാനുള്ള ഒരാള് എന്നൊക്കെ പറയുന്നത്. അത് കിട്ടാത്തതിന് കാരണം നിങ്ങളെന്ന് ഒരു പുല്ലിനും കൊള്ളൂല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ സ്വന്തം വില എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട് ചെറിയ രീതിയിൽ മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ലോകം തന്നെ നന്നായി പോയേക്കും. വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം തന്നെയാണ് നിങ്ങളെ ഇത്ര തരത്തിലുള്ള വൃത്തികെട്ടവന്മാരാക്കി മാറ്റിയത് എന്നുള്ള സത്യം കൂടി നിങ്ങളെ മനസ്സിലാക്കി തന്നുകൊണ്ട് മാറ്റം എപ്പോഴെങ്കിലും ആയിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുറ്റുപാടും പ്രണയിക്കുന്ന ആത്മാക്കള് സമാധാനത്തോടെ പ്രണയിക്കട്ടെ എന്നുള്ള വിശ്വാസം പങ്കുവെച്ചുകൊണ്ട്, ഇഷ്ടം പങ്കുവെച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.